നമസ്കാരം. നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ വിവാദ കല്ലറ തുറന്ന് പുറത്തെടുത്ത മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടത്തിൽ 3 തലങ്ങളിലുള്ള പരിശോധനയാണ് നടക്കാൻ പോകുന്നത്. വിഷം ഉള്ളിൽ ചെന്നാണോ മരണമെന്നും പരിക്കേറ്റാണോ അതോ സ്വാഭാവിക മരണമാണോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുക. വിഷാംശം കണ്ടെത്താനായി ആന്തരിക അവയവങ്ങളുടെ സാമ്പിൾ ശേഖരിക്കുമെന്നും ഡോക്ടർമാർ അറിയിച്ചിരിക്കുകയാണ്. ആന്തരിക അവയവങ്ങളുടെ സാമ്പിൾ പരിശോധനയുടെ ഫലം വരാൻ ഒരാഴ്ചയെങ്കിലും കാലതാമസമെടുക്കും. പരിക്കുകൾ ഉണ്ടോ എന്ന് കണ്ടെത്താൻ റേഡിയോളജി എക്സ്റേ പരിശോധന നടത്തും. ഇതിൻ്റെ ഫലം ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. 3ാമത്തെ പരിശോധന സ്വാഭാവിക മരണമാണോ എന്ന് സ്ഥിരീകരിക്കാനാണ്. രോഗാവസ്ഥയടക്കം പല സാഹചര്യങ്ങൾ വിലയിരുത്തിയാണ് ഇതിൽ തീരുമാനം എടുക്കുക. മരിച്ചത് ഗോപൻ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താൻ ശാസ്ത്രീയമായി തെളിയിക്കാൻ DNA പരിശോധനയും നടത്തുന്നതാണ്. ഏറ്റവും ആശയക്കുഴപ്പം നിറഞ്ഞൊരു മരണമായതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പഴുതടച്ചുള്ള അന്വേഷണം നടക്കുന്നത്. അതേസമയം പോസ്റ്റ്മോർട്ടം നടക്കുന്ന സ്ഥലത്തേക്ക് മൂത്ത മകൻ സനന്ദനെ കൊണ്ടുപോവുകയായിരുന്നു. ആദ്യം വിസമ്മതിച്ചെങ്കിലും പിന്നീട് ഇദ്ദേഹം പോകാൻ തയ്യാറാവുകയായിരുന്നു. എന്നാലും ഈ ഒരു മൃതദേഹം ഗോപൻ്റേത് തന്നെയാണോ എന്ന് DNA പരിശോധനകൾക്ക് ശേഷമേ വരുമെന്ന് ഔദ്യോഗികമായി പറയുന്നുണ്ടെങ്കിൽ പോലും ഇത് ഗോപൻ്റെ തന്നെ മൃതദേഹമായിരുന്നു എന്നാണ് നെയ്യാറ്റിൻകര കൗൺസിലർ ഉറപ്പിച്ചു പറയുന്നത്. മുൻപ് ഗോപനെ കണ്ടിട്ടുണ്ട്, തിരിച്ചറിയാൻ കഴിയുന്നുവെന്നും പ്രസന്നകുമാർ, നെയ്യാറ്റിൻകരയുടെ കൗൺസിലറായ പ്രസന്നകുമാർ പറയുന്നു. പോലീസുകാർ കല്ലറ പൊളിക്കുമ്പോൾ പ്രസന്നകുമാർ ഉൾപ്പെടെയുള്ള കൗൺസിലർമാർ സന്നിഹിതരായിരുന്നു. ചമ്പറം പിണങ്ങിയിരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. തലയിൽ മുട്ടാത്ത നിലയിലാണ് സ്ലാബ് ഉണ്ടായിരുന്നത്, കോൺക്രീറ്റ് സ്ലാബ് ഉണ്ടായിരുന്നത്. മൃതദേഹത്തിൻ്റെ വായ തുറന്നിരുന്നു. വസ്ത്രങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ശരീരത്തിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല എങ്കിലും ശരീരം ചെറുതായിട്ട് മാത്രമേ ജീർണിച്ച് തുടങ്ങിയിട്ടുള്ളൂ എന്നും പറയുന്നുണ്ട് അദ്ദേഹം. ഹൃദയഭാഗം വരെ കർപ്പൂരവും ഭസ്മവും അടക്കമുള്ള സുഗന്ധ ദ്രവ്യങ്ങൾ കൊണ്ട് മൂടിയിടുകയായിരുന്നു. മുഖത്തും ശിരസിനും വിഗ്രഹത്തിൽ ചാർത്തുന്നത് പോലെ കളഭം ചാർത്തി പിന്നീട് പിതാവ് വാങ്ങിവെച്ചിരുന്ന ശിലയെടുത്ത് സമാധി മണ്ഡപം മൂടി എന്നാണ് മക്കൾ പോലീസിന് മൊഴി നൽകിയത്. കല്ലറ പൊളിച്ചപ്പോൾ മക്കൾ പറഞ്ഞത് ശരിവയ്ക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹം ഇരുന്നിരുന്നത്. മരണത്തിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ എന്നറിയാനുള്ള ഫോറൻസിക് പരിശോധന നടന്നു വരികയാണ്. കല്ലറയ്ക്കുള്ളിൽ ഭസ്മവും കർപ്പൂരവും അടക്കമുള്ള സുഗന്ധദ്രവ്യങ്ങൾ മൃതദേഹത്തിന് ചുറ്റും കുത്തി നിറച്ച നിലയിലായിരുന്നു. ഇത് പൂർണ്ണമായി മാറ്റിയ ശേഷമാണ് അഴുകിത്തുടങ്ങിയ മൃതദേഹം പുറത്തെടുത്തത്. എന്നാലും കല്ലറയിലെ മൃതദേഹത്തിന് കാണാതായതായി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഗോപൻ സ്വാമിയുമായി സാദൃശ്യമുണ്ടെന്ന് പോലീസ് അനൗദ്യോഗികമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് സ്ഥിരീകരിക്കാനാണ് DNA പരിശോധനകൾ അടക്കം നടക്കുന്നത്. മരണകാരണവും കണ്ടെത്താനുണ്ട്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് 2 DYSPമാരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം പുലർച്ചെ തന്നെ സ്ഥലത്ത് എത്തിയിരുന്നു. ജില്ലാ ഭരണകൂടമാണ് കാര്യങ്ങൾ ഏകോപിപ്പിച്ചു വന്നത്. കല്ലറയിലേക്കുള്ള വഴി രാവിലെ തന്നെ അടച്ചിരുന്നു. ഇവിടെ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലായിരുന്നു. ടാർപോളിൻ ഉപയോഗിച്ച കല്ലറ മറച്ചതിന് ശേഷമാണ് മേൽമൂടി തുറന്നത്. ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തുകയായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെ RDOയും DYSPയും മറ്റുമെത്തി കല്ലറ തുറക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഹിന്ദു ഐക്യവേദി VSDP സംഘടന നേതാക്കളും കുടുംബവും കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചതോടെ സംഘർഷാവസ്ഥ ഒഴിവാക്കാനായി ഉദ്യോഗസ്ഥർ മടങ്ങുകയായിരുന്നു. കല്ലറ പരിശോധിക്കാനുള്ള RDOയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി കഴിഞ്ഞ ദിവസം അംഗീകരിച്ചില്ല. തുടർന്നാണ് ഇന്ന് പുലർച്ചെ തന്നെ വൻ പോലീസ് സന്നാഹം ഗോപന്റെ വീട്ടിലെത്തിയത്. കല്ലറ തുറക്കുന്നതിന് സമീപം നിൽക്കണമെന്ന് തന്നോട് പോലീസ് ആവശ്യപ്പെട്ടെന്നും താൻ തയ്യാറായില്ല എന്നും ഗോപന്റെ മകൻ സനന്ദൻ പറയുകയാണ്.